ഇപ്പോൾ സുനിഷ അയ്യല്ലൂർ ചേരുന്നുണ്ട് പ്രതിയുടെ വീട്ടിൽ നിന്ന്. സുനിഷ, എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്? കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ പ്രതിയുടെ അറസ്റ്റിനെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നറിയുന്നു. മാത്രമല്ല ഈ ഒരു തെളിവെടുപ്പിനൊക്കെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഉള്ള നാട്ടുകാരൊക്കെ എങ്ങനെയാണ്? പ്രകോപിതരായി നിൽക്കുകയാണോ? എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? വെങ്കി, പ്രതി അഫാന്റെ വീടിന് മുന്നിലാണ് നമ്മളുള്ളത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വെച്ചാണ് ഈ രണ്ടുപേർ ഇവിടെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഉമ്മ, ഗുരുതരമായി പരിക്കേറ്റ അഫാന്റെ ഉമ്മ ഇപ്പോഴും ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രി തന്നെ ഇതിന്റെ കാരണം എന്താണ്, കൊലപാതകത്തിന് പിന്നിലെ മോട്ടീവ് എന്നുള്ളതിന്റെ കൃത്യമായ വിവരം ശേഖരിക്കുക തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നിലവിൽ ഏതായാലും പ്രതി അഫാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ സംഭവം നടത്തിയതിനു ശേഷം ഇയാൾ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി പറഞ്ഞതും ഇത് തന്നെയാണ്. താൻ വിഷം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും അതിനനുസരിച്ചുള്ള ചികിത്സ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ നിലവിൽ അയാളുടെ നില സ്റ്റേബിളാണ്, ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്, മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നതാണ് ഈ ആശുപത്രി അധികൃതരും അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ഇയാളെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നുകൊണ്ട് എന്താണ് ഇതിന് പിന്നിലുള്ള കാരണമെന്ന് പരിശോധിക്കുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഈ തുടക്കത്തിൽ തന്നെ ഒരു പറയുകയാണെങ്കിൽ ഈ വീട്ടിൽ വെച്ചാണ് ആദ്യം തന്നെ ഈ മാതാവിനെ, അതായത് അഫാന്റെ മാതാവിനെ കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമം നടക്കുന്നത് എന്നതാണ്. ഷാൾ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ അഫാൻ ഇവിടെ നിന്നും ഈ ബാപ്പുമ്മയുടെ വീട്ടിലേക്ക്, അതായത് പിതാവിൻ്റെ ഉമ്മയുടെ വീട്ടിലേക്ക് ഇവിടെ നിന്നാണ് പോകുന്നത്. അവരോട് പണം ചോദിക്കാറുണ്ട്. നമ്മൾ നേരത്തെ തന്നെ ആളുകളോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത് ഇയാളോട് പണം ഈ ഉമ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം ചോദിക്കാറുണ്ട്, സ്വർണം ചോദിക്കാറുണ്ട് എന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ അവിടെ പോകുന്നു. ഇത് ആവശ്യപ്പെട്ടതിന് ശേഷം ഇവർ നിരസിക്കുന്നു. അതായിരിക്കാം കൊലപാതകത്തിന് പിന്നിലുള്ള കാരണം എന്നുള്ളതായിരുന്നു. കാരണം അതിനുശേഷം അവരെ കൊലപാതകം നടത്തിയതിന് ശേഷമാണ് ഇയാൾ അവിടെ നിന്നും സ്വർണം കവരുന്നുണ്ട്. ആ സ്വർണം മറ്റൊരു സ്ഥലത്ത് പണയം വെച്ചിട്ടുണ്ട് എന്നും നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. അതിനുശേഷമാണ് ഇയാൾ നേരെ ഈ വീട്ടിലേക്ക് എത്തുന്നത്. അതായത് പേരുമല വീട്ടിലല്ല, അടുത്ത ഈ പ്രതിയുടെ ബാപ്പായുടെ സഹോദരൻ്റെ ഭാര്യയെയും കൊലപ്പെടുത്തുന്നത് അതിനുശേഷമാണ് എന്നതാണ്. അതിനുശേഷം പിന്നീട് വീണ്ടും ഈ വീട്ടിലേക്ക് വരുന്നു. ഈ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇയാളുടെ പെൺസുഹൃത്തിനെ ഈ വീട്ടിലേക്ക് എത്താൻ വിളിച്ചിരുന്നു. പെൺസുഹൃത്ത് ഇവിടെ എത്തിയിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം പെൺസുഹൃത്തിനെ കൊലപ്പെടുത്തുന്നു. പിന്നീടാണ് അനിയൻ ഈ വീട്ടിലേക്ക് സ്കൂൾ വിട്ടതിന് ശേഷം ഈ സ്കൂളിലേക്ക് വരുന്നത്. അതിനുശേഷം അനിയനെയും കൊലപ്പെടുത്തുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അങ്ങനെ ഈ പറയുന്നത് പോലെ, നേരത്തെ SP പറഞ്ഞതുപോലെ, രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഒരു കൊലപാതകത്തിൻ്റെ ഒരു സീരീസ് തന്നെ നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നിലവിൽ കാരണമായി പറയുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇയാൾ പണം ആവശ്യപ്പെടാറുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ പെൺകുട്ടി, ഇവരെല്ലാം കൊലപ്പെടുത്തിയതിന് ശേഷമാണ് പെൺകുട്ടി ഇവിടേക്ക് വിളിച്ചു വരുത്തുന്നത് എന്നതാണ്. അതായത് ഈ വിളിച്ചു വരുത്തുമ്പോൾ തന്നെ ഇനി പെൺകുട്ടി ഒറ്റപ്പെടുമോ അല്ലെങ്കിൽ പെൺകുട്ടി ഒറ്റയ്ക്കാകുമോ എന്ന ഭയത്താലായിരിക്കാം പെൺകുട്ടിയെയും വിളിച്ചു വരുത്തി കൊലപാതകം നടത്തിയത് എന്നതാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനവുമുള്ളത്. ഏതായാലും അതിലൊക്കെ തന്നെയും പൂർണ്ണമായ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്നതാണ്. കാരണം ഈ പ്രതിയെ ഇനി ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ ഇതിലൊരു വ്യക്തത വരൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ അഫാന്റെ അമ്മ ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഗുരുതരമായ സ്ഥിതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയാണെങ്കിൽ കൃത്യമായ വിവരങ്ങൾ പോലീസിന് ശേഖരിക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത്തരമൊരു ക്രൂരകൃത്യം ചെയ്യുമ്പോൾ ഇയാൾ ഏതെങ്കിലും തരത്തിൽ ലഹരിക്ക് അടിമയായിരുന്നു എന്നതടക്കമുള്ള സംശയങ്ങളും ഉയരുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മാനസിക വിഭ്രാന്തിയുള്ള ആളാണോ എന്നതടക്കമുള്ള വിഷയത്തിൽ പരിശോധന നടത്തണം. കാരണം ഇന്നലെ ഈ 5 പേരെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇയാൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴും ഒരു കൂസലുമില്ലാതെയാണ് അവിടെ ഇരുന്നത് എന്നതാണ്. മറ്റൊന്നും തന്നെ പറയാൻ തയ്യാറാകുന്നില്ല. താൻ കൊന്നിട്ടുണ്ട്, വളരെ കൂളായി സംസാരിക്കുന്ന മറ്റൊരു മുഖഭാവം പോലും, അത്തരത്തിൽ ലാഘവത്തോടെ സംസാരിക്കുന്ന ഒരു പ്രതിയെയാണ് ഇന്നലെ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കാണാൻ കഴിഞ്ഞത് എന്നതാണ്. പോലീസും അതുകൊണ്ട് തന്നെയാണ് ഒരു നാട് തന്നെ ഞെട്ടലോടെ കാണുന്നത്. പൊതുവെ നാട്ടുകാരോടൊന്നും തന്നെ വലിയ രീതിയിൽ ബന്ധമുള്ള ആളല്ല ഈ അഫാൻ എന്ന് പറയുന്നത്. ഈ നാട്ടിലെ ആളുകളോട് നാട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നാട്ടുകാരോട് വളരെയധികം സംസാരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുള്ള ആളൊന്നുമല്ല ഈ അഫാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പരിചയം
പരിചയമില്ല. പക്ഷേ ഇത്തരമൊരു ക്രൂരകൃത്യം ചെയ്യാൻ പാകത്തിനുള്ള ഒരാളാണോ എന്ന സംശയം അടക്കമാണ് നാട്ടുകാർ കഴിഞ്ഞ ദിവസം അടക്കം പറയുകയും ചെയ്തിരുന്നത്. പക്ഷേ നിലവിൽ ഏതായാലും ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇനി എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്നത് അന്വേഷിക്കുക എന്നത് തന്നെയാണ് നിലവിലെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പോലീസ് അത്തരം നടപടികളിലേക്ക് കടക്കും. നിലവിൽ ഇവിടെ നിന്നും ഈ മൃതദേഹമൊക്കെ തന്നെയും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അമ്മ ഗുരുതരമായി ചികിത്സയിൽ കഴിയുകയുമാണ്. പക്ഷേ ഫോറൻസിക് സംഘമൊക്കെ തന്നെയും ഇവിടെ ഈ പരിശോധനയ്ക്ക് എത്തേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ ഏകദേശം ഒരു 9 മണിക്ക് ശേഷം തന്നെ ഇവിടെ പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോറൻസിക് സംഘമൊക്കെ എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇവിടെ ഇനി ഏതെങ്കിലും തരത്തിലുള്ള എന്താണ് കൊലപാതകത്തിന് കാരണമാകുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണോ സാമ്പത്തിക ബാധ്യതയാണോ എന്നതടക്കമുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. കാര്യമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അതൊക്കെ തന്നെയും അല്പസമയത്തിനകം തന്നെ നടത്തുമെന്നുള്ളത് തന്നെയാണ്. പോലീസും സംഘവും ഒക്കെ തന്നെയും ഈ വീടിന് ചുറ്റുമുണ്ട്. പക്ഷേ നേരത്തെ വെങ്കി ചോദിച്ചതുപോലെ തന്നെ ആളുകളൊക്കെ തന്നെയും ഒരു ഞെട്ടലിലാണ് ഉള്ളത് എന്നുള്ളതാണ്. കാരണം ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ ഈ ഒരു പറയുന്നത് പോലെ ഒരു ചുറ്റളവിൽ 3, 4, 5 കൊലപാതകങ്ങൾ നടത്തിയ ഒരാൾ എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ആ ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല. വീട്ടിന് തൊട്ടടുത്തുള്ളവരൊക്കെ തന്നെയും അതേ ഞെട്ടലിൽ തന്നെയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്നറിയേണ്ടത് അവരുടെ കൂടി, അതായത് അവർക്ക് കൂടി അതിൻ്റെ ഇതുണ്ട് എന്നുള്ളതാണ്. കാരണം എന്താണ് സംഭവിച്ചത് എന്ന് അറിയേണ്ടതുണ്ട്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞിരുന്നത് പെൺകുട്ടി, അതായത് അഫാൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയെ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യാത്തതാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളതായിരുന്നു. പക്ഷേ അതല്ല എന്നുള്ളത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുമായി സംസാരിച്ചപ്പോൾ പറയുന്നത് ഈ ബന്ധം അറിയാമായിരുന്നു, മറ്റ് തടസ്സങ്ങളൊന്നും തന്നെ പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞിരുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ അതായിരിക്കില്ല കാരണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തന്നെയും എന്തിന് ഇത്തരത്തിലുള്ളൊരു കൊലപാതകം രീതി കൊണ്ടുവന്നു എന്നതടക്കമുള്ള സംശയങ്ങളുമുണ്ട്. ഈ വീട്ടിൽ വെച്ചാണ് ഹാമർ കണ്ടെത്തിയിരിക്കുന്നത് എന്നതാണ്. അതായത് ഈ ആളുകളെയൊക്കെ തന്നെയും കൊല്ലാൻ ഉപയോഗിച്ചത് ഹാമറാണ് എന്നതാണ്. ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഈ പിന്നീട് വന്നത്. കാരണം മുഖത്താണ് ഇയാൾ ഈ ഹാമർ കൊണ്ട് അടിക്കുന്നത് എന്നുള്ളതാണ്. ഓരോരുത്തരെയും ഈ കൊലപാതകം നടത്തിയ 5 പേരെയും ഒരേ രീതിയിലാണ് കൊല ചെയ്തിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആദ്യം ഈ ഉമ്മയെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. അതിനുശേഷം ഈ ഉമ്മുമ്മയെ കൊലപ്പെടുത്താനായി എത്തുന്നു. ഉമ്മുമ്മയെ കൊലപ്പെടുത്തുന്നത് ഇതേ രീതിയിൽ തന്നെ മുഖത്ത് ഹാമർ കൊണ്ട് അടിച്ചിട്ടാണ്. അതിനുശേഷം ഈ ബാപ്പയുടെ സഹോദരനെയും സഹോദരൻ്റെ ഭാര്യയും കൊലപ്പെടുത്തുന്നതും സമാനമായ രീതിയിലാണ്. പിന്നീട് ഇവിടെ എത്തി ഈ പെൺസുഹൃത്തിനെ കൊലപ്പെടുത്തുന്നതും അതേ രീതിയിലാണ്. പെൺസുഹൃത്ത് ഇവിടെ അഫാനായി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഇരിക്കുന്നതിനിടയിൽ അയാളോട് ഈ ബാപ്പുമ്മയുടെ, അതായത് ഈ ബാപ്പയുടെ സഹോദരൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് അഫാൻ തൻ്റെ സുഹൃത്തിനെ വിളിച്ചുകൊണ്ട് ഈ പേരുമലയിലെ വീട്ടിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുന്നത്. അതിനുശേഷമാണ് ഈ പെൺകുട്ടി ഈ വീട്ടിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ ഈ ഉമ്മയെ ഒരു മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അഫാൻ കരുതിയിരുന്നത് ഈ തലക്കടിയേറ്റ് ഉമ്മ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അഫാൻ കരുതിയിരുന്നത്. അങ്ങനെ ഒരു മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ആ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട വിവരം ഒരുപക്ഷെ ഈ പെൺകുട്ടി ഫർസാന പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനുശേഷം ഈ കൊലപാതകം നടത്തിയൊരു സ്കൂട്ടറിൽ ഈ അഫാൻ ഇവിടെ എത്തുന്നു. അതിനുശേഷം ഈ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. വീട്ടിൽ കയറി ചെന്ന ഉടനെ ഫർസാനയെ കൊലപ്പെടുത്തുകയായിരുന്നു ആദ്യം എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഈ അനുജൻ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അനിയൻ ഈ സിറ്റ് ഔട്ടിൻ്റെ, അതായത് നമ്മൾ ഈ സെൻട്രൽ ഹാളിൻ്റെ ഇവിടെ തന്നെയാണ് അനിയൻ കൊല്ലപ്പെട്ടതിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് അനിയൻ സ്കൂളിൽ നിന്നും അകത്തേക്ക് വന്ന് വാതിൽ തുറക്കുന്ന സമയം തന്നെ അനിയനെ കൊലപ്പെടുത്തിയിട്ടുണ്ടാകാമെന്നതാണ് പോലീസിൻ്റെ നിഗമനവും. ഏതായാലും ഇതിലെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇതിൻ്റെ കാരണം എന്തെന്നിൽ കൃത്യമായ ഒരു വിവരശേഖരണം നടത്തേണ്ടതുണ്ട് എന്നതാണ്. അല്പസമയത്തിനകം തന്നെ, കുറച്ച് സമയം മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ ഈ കൊലപാതകത്തിൻ്റെ ചുരുളഴിയും എന്നുള്ളത് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. കാരണം ഇയാളുടെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമാകുന്ന മൊഴി എന്ന് പറയുന്നത് അത് ഈ പ്രതിയുടെ തന്നെയാണ്. പ്രതി എന്തിനാണ് ഇത് ചെയ്തത് എന്നതാണ് വ്യക്തമായി അറിയേണ്ടത്. ഇയാൾ ഈ പെൺകുട്ടിയോടക്കം, അതായത് ഇയാളുടെ ഈ അഫാൻ ഫർസാനയോട് അടക്കം പണം വാങ്ങിയിരുന്നു, ഈ സ്വർണ്ണമടക്കം പണയം വെക്കാൻ വാങ്ങിയിരുന്നു എന്നതടക്കമുള്ള സംശയങ്ങളുമുണ്ട് എന്നുള്ളതാണ്. ഈ വീട്ടിൽ നിന്ന് കൊലപാതകം നടത്തിയതിനു ശേഷം വൈകുന്നേരം അഫാൻ നേരെ പോകുന്നത് വെഞ്ഞാറമൂട് സ്റ്റേഷനിലാണ്. ഈ വീട്ടിൽ തന്നെ ഇതിൻ്റെ ഗ്യാസ് സിലിണ്ടർ തുറന്നു വെക്കുന്നൊരു സ്ഥിതി കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം കുഴിമന്തിയിൽ എലിവിഷം ചേർത്ത് കഴിച്ചതിന് ശേഷമാണ് ഇയാൾ ഈ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. ആ പോലീസ് സ്റ്റേഷനിൽ എത്തിയ ഉടനെയാണ് ഇയാൾ ഈ വിവരങ്ങളൊക്കെ തന്നെയും താൻ ഇങ്ങനെ 6 പേരെ വെട്ടിയിട്ടുണ്ട്, അതിൽ 3 പേർ മരിച്ചിട്ടുണ്ട്, 3
3 പേർ ഇപ്പോൾ മരിക്കും, താൻ വിഷം കഴിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള പൂർണ്ണ വിവരങ്ങൾ പറയുന്നത്. ആദ്യം പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഞെട്ടലായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇതിലെ വസ്തുത തേടിക്കൊണ്ട് ഓരോ സ്റ്റേഷൻ പരിധികളിലും വിവരം അറിയിക്കുകയും അവരൊക്കെ തന്നെയും ഈ അഫാൻ പറഞ്ഞിരിക്കുന്ന ഓരോ സ്ഥലങ്ങളിലേക്കും കേന്ദ്രീകരിച്ച് പോവുകയും ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഓരോ ഭാഗങ്ങളിലായി. അപ്പോൾ അങ്ങോട്ട് പോയപ്പോഴാണ് അവിടെ ഈ വൃദ്ധശ്രീ മരിച്ചതായി കാണുന്നത്. അത് ഈ അഫാൻ കൊലപാതകം നടത്തിയ അഫാൻ്റെ ബാപ്പയുടെ ഉമ്മയാണ് എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോഴാണ്, ചുള്ളാളത്തേക്ക് പോകുമ്പോഴാണ് അവിടെയും 2 പേർ ഇതേ രീതിയിൽ സമാനമായ രീതിയിൽ തന്നെ കൊല്ലപ്പെട്ടത് കാണുകയും ചെയ്യുന്നത്. പിന്നാലെയാണ് ഈ കൊലപാതകത്തിൻ്റെ, അതായത് ഇയാൾ പറയുന്നതെല്ലാം കൃത്യമായി ഇയാൾ എവിടെയൊക്കെ കൊലപാതകം നടത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ശരിയാണ് എന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് അതായത് ഇയാൾ വിഷം കഴിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടുകൂടിയാണ് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് കൂടി കാര്യങ്ങൾ പോയത്. ഏതായാലും ഇനി അറിയേണ്ടത് എന്തിനായിരുന്നു ഈ കൊലപാതകം എന്നത് തന്നെയാണ്. അതിൻ്റെ അന്വേഷണത്തിൽ തന്നെയാണ് പോലീസുമുള്ളത്. നിലവിൽ അയാളെ ചോദ്യം ചെയ്യാനുള്ള കണ്ടീഷനിലേക്ക് അയാൾ മാറുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ തന്നെ ഇയാൾ ഈ എലിവിഷം കഴിച്ചു വന്നതുകൊണ്ട് തന്നെ ഇന്നലെ മജിസ്ട്രേറ്റ് എത്തി മറ്റ് മൊഴിയെടുപ്പൊക്കെ തന്നെയും നടത്തിയിരുന്നു. അതൊരു സ്വാഭാവിക നടപടി എന്നോണമുള്ള മൊഴിയെടുപ്പൊക്കെ തന്നെയും ഈ മജിസ്ട്രേറ്റിൻ്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. പക്ഷേ ആരോഗ്യനില സ്റ്റേബിൾ ആകാതെ എലിവിഷം കഴിച്ചതുകൊണ്ട് തന്നെ അത് പതുക്കെയാണ് മറ്റു ഓർഗൻസിനെയൊക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ ബാധിക്കുക. അങ്ങനെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് നിലവിൽ ചോദ്യം ചെയ്യൽ തുടരാത്തത്. ഇനി ഡോക്ടർമാരുടെ സമ്മതപ്രകാരം ആരോഗ്യനില സ്റ്റേബിൾ ആണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക. പക്ഷേ നിലവിൽ മറ്റു ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി ചോദ്യം ചെയ്യലിലേക്ക് ഇനിയൊരു അടുത്ത മണിക്കൂറുകൾക്കകം കടക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ കൊലപാതകത്തിൻ്റെ കാരണം എന്ത് എന്നതിൽ ഒരു വ്യക്തത വരുമെന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്.